ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദരുടെ ഇടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷിക്കുവാൻ തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കും നമുക്ക് നിത്യജീവന്റെ അപ്പത്തെ ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിന്റെ 20ാമത്തെ ഞായറാഴ്ച ഇന്ന് ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് തിരുസഭ നമ്മെ ഒരിക്കൽ കൂടി വഴി നടത്തുന്നു. സഭയുടെ ബലവും അർത്ഥവും ജീവനും നിലനിൽപ്പും ദിവ്യകാരുണ്യത്തിലാണ്. വിശുദ്ധ കുർബാനയാകുന്ന അതിശ്രേഷ്ഠമായ കൃപയിലാണ് തിരുസഭ നിലകൊള്ളുക. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എത്രയോ വ്യക്തവും കൃത്യവുമായി ക്രിസ്തു വിശുദ്ധ കുർബാനയെ നമ്മെ പഠിപ്പിക്കുന്നു. മരുഭൂമിയിൽ പൂർവ്വപിതാക്കന്മാർ ഭക്ഷിച്ച മന്ന അല്ല എന്ന ഓർമ്മപ്പെടുത്തൽ നമ്മൾ തിരിച്ചറിയണം. മന്ന ഒരു ശാരീരിക ഭക്ഷണമായിരുന്നുവെങ്കിൽ ദിവ്യകാരുണ്യം അഥവാ വിശുദ്ധ കുർബാന ഇത് ആത്മീയ ഭക്ഷണമാണ്. ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് മന്ന ആവശ്യമുണ്ട്, അഥവാ ഈ ഭൗതിക ഭക്ഷണം ആവശ്യമുള്ളതുപോലെ തന്നെ നിത്യഭവനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സ്വർഗീയ അപ്പം ആവശ്യമാണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീര രക്തമാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു ഏറ്റവും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് വിശുദ്ധ ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. അവിടെ ക്രിസ്തു തന്നെ യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യം എന്താണെന്നും ഈ വിശുദ്ധ കൂദാശയുടെ മഹത്വവും ബലവും എന്താണ് എന്നും യേശു ബോധ്യപ്പെടുന്നത്. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല. ക്രിസ്തുവിന്റെ തിരുശരീര രക്തം സ്വീകരിക്കുമ്പോഴാണ് നാം നിത്യജീവിതത്തിന് അർഹരായി തീരുക. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ചിന്തകൾ ക്രിസ്തു നമുക്ക് നൽകുമ്പോൾ ഈ കൃപയുടെ കൂദാശ സ്വീകരിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്ന നന്മകളെക്കുറിച്ച് കൂടി നാം ധ്യാനിക്കണം. നാം ആത്മാവിൽ നിർമ്മലരായിരിക്കണം, വിശുദ്ധരായിരിക്കണം. ഹൃദയവിശുദ്ധിയുടെ പൂർണ്ണതയിൽ മാത്രമേ വിശുദ്ധ ബലിപീഠത്തെ നാം സമീപിക്കാവൂ. നമ്മുടെ മനസ്സും ഹൃദയവും ആത്മാവും ദൈവത്തിന് പ്രീതികരമായ നിലകൊള്ളുന്നവാകണം. ഹൃദയത്തിൽ വിദ്വേഷവും പകയും വച്ചു പുലർത്തിക്കൊണ്ട് തിന്മയിൽ ജീവിച്ചുകൊണ്ട് പാപത്തിന്റെ അന്ധകാരത്തിൽ വസിച്ചുകൊണ്ട് നാം കൃപയുടെ ബലിപീഠത്തെ സമീപിക്കരുത്.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെതിരെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, നാം ആത്മപരിശോധന ചെയ്ത ശേഷം മാത്രമേ കർത്താവിൻ്റെ കൃപയുടെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിക്കുകയും അവൻ്റെ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുവാൻ പാടുള്ളൂ. ആത്മപരിശോധനയാണ് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന, അഥവാ ജീവിതത്തിൻ്റെ ബലഹീനതകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന, നമ്മെ വിശുദ്ധരാക്കുന്ന ഭൂമിയിൽ ഏറ്റവും മനോഹരമായ പ്രക്രിയ. അപ്രകാരമുള്ള ഒരു ആത്മപരിശോധനയിലൂടെ, നവീകരിക്കപ്പെടുന്നതിലൂടെ നാം ക്രിസ്തുവിൻ്റെ തിരുശരക്തങ്ങൾ സ്വീകരിക്കുവാൻ യോഗ്യരായിത്തീരും. യേശു പറയുന്നു, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. നോക്കൂ, ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും നാം പാനം ചെയ്യുമ്പോൾ, പങ്കുവയ്ക്കുമ്പോൾ നാം ജീവനുള്ളവരായി തീരുമെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുക. നിത്യജീവന്റെ പൂർണ്ണത സ്വന്തമാക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ കൃപയുടെ മേശയെ കൂടുതൽ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ സമീപിക്കാം. ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംശയങ്ങൾക്കും ക്രിസ്തു തന്നെ ഉത്തരം നൽകിയിരിക്കയാൽ നമുക്ക് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ആദരവും ഭക്തിയും ഒരുപടി കൂടി ഉയരേണ്ടതുണ്ട്. കുറച്ചുകൂടി ശ്രദ്ധയോടെ നാം ബലിപീഠത്തെ സമീപിക്കണം. നമ്മുടെ ജീവിതത്തെ ബലിപീഠ കേന്ദ്രമാക്കണം. ഈ വിശുദ്ധമായ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ തിരുശരക്തങ്ങൾക്ക് യോഗ്യമായ പുണ്യപൂർണ്ണതയിലുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും നമ്മെ നിത്യജീവന്റെ മഹത്വത്തിലേക്ക്, കൃപയിലേക്ക് നയിക്കുവാൻ സ്വർഗം അനുഗ്രഹവും വരവും നമുക്ക് നൽകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ അനുദിനവും വളരണമേ. ഞാനോ